എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇനി വരാൻ പോകുന്ന VFA 10th പ്രിലിംസ് മെയിൻസ് പരീക്ഷയ്ക്ക് മുന്നോടിയായിട്ടുള്ള PSC മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട കുറച്ച് ചോദ്യങ്ങളുടെ മോക്ക് ടെസ്റ്റ് ആണ്. എല്ലാവരും മാക്സിമം അറ്റൻഡ് ചെയ്യുക. എത്ര മാർക്ക് ലഭിച്ചു എന്നുള്ളത് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്യുന്നതാണ്. ഒന്നാമത്തെ ചോദ്യം, വൈക്കം സത്യാഗ്രഹം നടന്ന വർഷം. വൈക്കം സത്യാഗ്രഹം നടന്ന വർഷം ഏതാണ്? ആൻസർ ഓപ്ഷൻ എ 1924. 1924 വൈക്കം സത്യാഗ്രഹം നടന്നത്. 1924 മാർച്ച് 30 മുതൽ 1925 നവംബർ 23 വരെയാണ് ഈ സമരം നടന്നത്. അപ്പോൾ 1924 മാർച്ച് 30 മുതൽ 1925 നവംബർ 23 വരെയാണ് വൈക്കം സത്യാഗ്രഹം നടന്നത്. എടക്കൽ ഗുഹ സ്ഥിതി ചെയ്യുന്ന ജില്ല. എടക്കൽ ഗുഹ സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി, വയനാട്. വയനാട് ജില്ലയിലാണ് എടക്കൽ ഗുഹ സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യയുടെ ദേശീയ കായിക വിനോദം. ഇന്ത്യയുടെ ദേശീയ കായിക വിനോദം ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി, ഹോക്കി. ഹോക്കിയാണ് ഇന്ത്യയുടെ ദേശീയ കായിക വിനോദം. ഇന്ത്യയുടെ പ്രഥമ വിദ്യാഭ്യാസ ഉപഗ്രഹം ഏതാണ്? ഇന്ത്യയുടെ പ്രഥമ വിദ്യാഭ്യാസ ഉപഗ്രഹം. ആൻസർ ഓപ്ഷൻ എ, എഡ്യൂസാറ്റ്. എഡ്യൂസാറ്റ് ആണ് ഇന്ത്യയുടെ പ്രഥമ വിദ്യാഭ്യാസ ഉപഗ്രഹം. ഭാരത് സർക്കാർ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് നൽകുന്ന നിർമ്മൽ ഗ്രാമ പുരസ്കാരം എന്തുമായി ബന്ധപ്പെട്ടതാണ്? ഭാരത് സർക്കാർ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് നൽകുന്ന നിർമ്മൽ ഗ്രാമ പുരസ്കാരം എന്തുമായി ബന്ധപ്പെട്ടതാണ്? ആൻസർ ഓപ്ഷൻ ബി, ശുചിത്വം. ശുചിത്വവുമായി ബന്ധപ്പെട്ടതാണ് ഭാരത് സർക്കാർ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് നൽകുന്ന നിർമ്മൽ ഗ്രാമ പുരസ്കാരം. പായ്വഞ്ചിയിൽ ഒറ്റയ്ക്ക് ലോകം ചുറ്റിയ ആദ്യ ഇന്ത്യക്കാരൻ ആരാണ്? പായ്വഞ്ചിയിൽ ഒറ്റയ്ക്ക് ലോകം ചുറ്റിയ ആദ്യ ഇന്ത്യക്കാരൻ. ആൻസർ ഓപ്ഷൻ ബി, അഭിലാഷ് ടോമി. അഭിലാഷ് ടോമിയാണ് പായ്വഞ്ചിയിൽ ഒറ്റയ്ക്ക് ലോകം ചുറ്റിയ ആദ്യ ഇന്ത്യക്കാരൻ. ഇന്ത്യയിൽ ഭൂരഹിതർ ഇല്ലാത്ത ആദ്യ ജില്ല. ഇന്ത്യയിൽ ഭൂരഹിതർ ഇല്ലാത്ത ആദ്യ ജില്ല ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി, കണ്ണൂർ. കണ്ണൂരാണ് ഇന്ത്യയിൽ ഭൂരഹിതർ ഇല്ലാത്ത ആദ്യ ജില്ല. 2013 നവംബർ 2 കണ്ണൂർ ജില്ലയെ ഔദ്യോഗികമായി സമ്പൂർണ്ണ ഭൂരഹിതരില്ലാത്ത ജില്ലയായി പ്രഖ്യാപിച്ചത്. ഭാരതരത്ന ലഭിക്കുന്ന ആദ്യ കായിക താരം ആരാണ്? ഭാരതരത്ന ലഭിക്കുന്ന ആദ്യ കായിക താരം ആരാണ്? ആൻസർ ഓപ്ഷൻ ബി, സച്ചിൻ ടെണ്ടുൽക്കർ. സച്ചിൻ ടെണ്ടുൽക്കർ ആണ് ഭാരതരത്ന ലഭിക്കുന്ന ആദ്യ കായിക താരം. ഒന്നാം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം നടന്ന വർഷം. ഒന്നാം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം നടന്ന വർഷം ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി, 1857. 1857 ഒന്നാം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം നടന്ന വർഷം. 1857 മെയ് 10 മീററ്റിലാണ് ഈ വിപ്ലവം പൊട്ടിപ്പുറപ്പെട്ടത്. ശിപ്പായി ലഹളയെന്നും ഈ വിപ്ലവത്തെ അറിയപ്പെടുന്നു. ബ്രഹ്മസമാജ സ്ഥാപകൻ. ബ്രഹ്മസമാജത്തിന്റെ സ്ഥാപകൻ ആരാണ്? ആൻസർ ഓപ്ഷൻ ബി, രാജാറാം മോഹൻ റോയ്. രാജാറാം മോഹൻ റോയ് ആണ് ബ്രഹ്മസമാജത്തിന്റെ സ്ഥാപകൻ. 1828 ഓഗസ്റ്റ് 20 കൊൽക്കത്തയിലാണ് ആദ്യം ബ്രഹ്മസമാജം ആരംഭിച്ചത്. ബ്രഹ്മസഭ എന്നറിയപ്പെട്ടിരുന്ന ഇത് 1830 ബ്രഹ്മസമാജം എന്ന് പുനർനാമകരണം ചെയ്തത്. ശ്രീ ശങ്കരാചാര്യരുടെ ജന്മസ്ഥലം എവിടെയാണ്? ശ്രീ ശങ്കരാചാര്യരുടെ ജന്മസ്ഥലം. ആൻസർ ഓപ്ഷൻ സി, കാലടി. കാലടിയാണ് ശ്രീ ശങ്കരാചാര്യരുടെ ജന്മസ്ഥലം. കേരളത്തിൽ കളിമണ്ണിന്റെ നിക്ഷേപം ഏറ്റവും കൂടുതലുള്ള സ്ഥലം. കേരളത്തിൽ കളിമണ്ണിന്റെ നിക്ഷേപം ഏറ്റവും കൂടുതലുള്ള സ്ഥലം ഏതാണ്? ആൻസർ ഓപ്ഷൻ എ, കുണ്ടറ. കൊല്ലം ജില്ലയിലെ കുണ്ടറയിലാണ് കേരളത്തിൽ കളിമണ്ണിന്റെ നിക്ഷേപം ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന സ്ഥലം. ഇന്ത്യയിൽ ബ്രിട്ടീഷ് ആധിപത്യത്തിന് അടിത്തറയിട്ട യുദ്ധം ഏതാണ്? ഇന്ത്യയിൽ ബ്രിട്ടീഷ് ആധിപത്യത്തിന് അടിത്തറയിട്ട യുദ്ധം. ആൻസർ ഓപ്ഷൻ സി, പ്ലാസി യുദ്ധം. പ്ലാസി യുദ്ധമാണ് ഇന്ത്യയിൽ ബ്രിട്ടീഷ് ആധിപത്യത്തിന് അടിത്തറയിട്ട യുദ്ധം. 1757 ജൂൺ 23
ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും ബംഗാൾ നവാബ് സിറാജ് ഉദ് ദൗളയും തമ്മിൽ നടന്ന നിർണായകമായ ഒരു യുദ്ധമാണ് പ്ലാസി യുദ്ധം. ഇന്ത്യയിൽ ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ രൂപീകരിക്കപ്പെട്ടത്. ഇന്ത്യയിൽ ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ രൂപീകരിക്കപ്പെട്ടത് എന്നാണ്? ആൻസർ ഓപ്ഷൻ സി 1956. 1956 ഇന്ത്യയിൽ ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ രൂപീകരിക്കപ്പെട്ടത്. ആധുനിക കാലത്തെ മഹാത്ഭുതമെന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത്. ആധുനിക കാലത്തെ മഹാത്ഭുതമെന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത്. ആൻസർ ഓപ്ഷൻ സി ക്ഷേത്രപ്രവേശന വിളംബരം. ക്ഷേത്രപ്രവേശന വിളംബരത്തെയാണ് ആധുനിക കാലത്തെ മഹാത്ഭുതമെന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത്. 1936 നവംബർ 12 ക്ഷേത്രപ്രവേശന വിളംബരം നിലവിൽ വന്നത്. ജാതി വ്യത്യാസമില്ലാതെ എല്ലാ ഹൈന്ദവർക്കും തിരുവിതാംകൂറിലെ സർക്കാർ നിയന്ത്രണത്തിലുള്ള ക്ഷേത്രങ്ങളിൽ പ്രവേശനം അനുവദിച്ചുകൊണ്ട് ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ മഹാരാജാവ് പുറപ്പെടുവിച്ച ചരിത്രപ്രധാനമായ ഉത്തരവാണ് ക്ഷേത്രപ്രവേശന വിളംബരം. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഇപ്പോഴത്തെ ഗവർണർ. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഇപ്പോഴത്തെ ഗവർണർ ആരാണ്? ആൻസർ ഓപ്ഷൻ ബി സഞ്ജയ് മൽഹോത്ര. സഞ്ജയ് മൽഹോത്രയാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഇപ്പോഴത്തെ ഗവർണർ. RBIയുടെ 26ാമത് ഗവർണറാണ് സഞ്ജയ് മൽഹോത്ര. ഇന്ത്യയിലെ മുഖ്യ വിവരാവകാശ കമ്മീഷണറായി തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ വനിത ആരാണ്? ഇന്ത്യയിലെ മുഖ്യ വിവരാവകാശ കമ്മീഷണറായി തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ വനിത ആരാണ്? ആൻസർ ഓപ്ഷൻ ഡി ദീപക് സന്ധു. ദീപക് സന്ധു ആണ് ഇന്ത്യയിലെ മുഖ്യ വിവരാവകാശ കമ്മീഷണറായി തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ വനിത. ഇന്ത്യയിലെ ഇപ്പോഴത്തെ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരാണ്? ഇന്ത്യയുടെ നിലവിലെ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ. ആൻസർ ഓപ്ഷൻ ബി ഗ്യാനേഷ് കുമാർ. ഗ്യാനേഷ് കുമാറാണ് ഇന്ത്യയിലെ ഇപ്പോഴത്തെ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ. ഇന്ത്യയുടെ 26ാമത് മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറാണ് ഗ്യാനേഷ് കുമാർ. കൂടംകുളം ആണവ നിലയത്തിന് സാങ്കേതിക സഹായം നൽകിയ വിദേശ രാജ്യം ഏതാണ്? കൂടംകുളം ആണവ നിലയത്തിന് സാങ്കേതിക സഹായം നൽകിയ വിദേശ രാജ്യം. ആൻസർ ഓപ്ഷൻ എ റഷ്യ. റഷ്യയാണ് കൂടംകുളം ആണവ നിലയത്തിന് സാങ്കേതിക സഹായം നൽകിയ വിദേശ രാജ്യം. ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ആണവോർജ്ജ നിലയമാണ് കൂടംകുളം ആണവ നിലയം. തമിഴ്നാട്ടിലെ തിരുനെൽവേലി ജില്ലയിൽ കൂടംകുളം എന്ന തീരദേശ ഗ്രാമത്തിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യക്ക് പുറത്ത് ആദ്യമായി ഇന്ത്യൻ പോസ്റ്റ് ഓഫീസ് സ്ഥാപിക്കപ്പെട്ടത് എവിടെയാണ്? ഇന്ത്യക്ക് പുറത്ത് ആദ്യമായി ഇന്ത്യൻ പോസ്റ്റ് ഓഫീസ് സ്ഥാപിക്കപ്പെട്ടത് എവിടെയാണ്? ആൻസർ ഓപ്ഷൻ സി അന്റാർട്ടിക്ക. അന്റാർട്ടിക്കയിലാണ് ഇന്ത്യക്ക് പുറത്ത് ആദ്യമായി ഇന്ത്യൻ പോസ്റ്റ് ഓഫീസ് സ്ഥാപിക്കപ്പെട്ടത്. 1988 ഇത് സ്ഥാപിച്ചത്. ഭൂമിയുടെ ഇരട്ട എന്നറിയപ്പെടുന്ന ഗ്രഹം ഏതാണ്? ഭൂമിയുടെ ഇരട്ട എന്നറിയപ്പെടുന്ന ഗ്രഹം ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ശുക്രൻ. ശുക്രനാണ് ഭൂമിയുടെ ഇരട്ട എന്നറിയപ്പെടുന്ന ഗ്രഹം. 1000 ദ്വീപുകളുടെ നാട്. 1000 ദ്വീപുകളുടെ നാട് ഏതാണ്? ആൻസർ ഓപ്ഷൻ എ ഇന്തോനേഷ്യ. ഇന്തോനേഷ്യയാണ് 1000 ദ്വീപുകളുടെ നാടെന്ന് അറിയപ്പെടുന്നത്. ശാന്തിനികേതൻ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം. ശാന്തിനികേതൻ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി പശ്ചിമ ബംഗാൾ. പശ്ചിമ ബംഗാളിലാണ് ശാന്തിനികേതൻ സ്ഥിതി ചെയ്യുന്നത്. ISROയുടെ ആദ്യ അന്യഗ്രഹ ദൗത്യം. ISROയുടെ ആദ്യ അന്യഗ്രഹ ദൗത്യം ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി മംഗൾയാൻ. മംഗൾയാനാണ് ISROയുടെ ആദ്യ അന്യഗ്രഹ ദൗത്യം. ചലന നിയമങ്ങൾ ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞൻ ആര്? ചലന നിയമങ്ങൾ ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞൻ. ആൻസർ ഓപ്ഷൻ എ ഐസക് ന്യൂട്ടൺ. ഐസക് ന്യൂട്ടനാണ് ചലന നിയമങ്ങൾ ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞൻ. സംസ്ഥാന വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ ആരാണ്? കേരള സംസ്ഥാന വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ. ആൻസർ ഓപ്ഷൻ സി സതി ദേവി. സതി ദേവിയാണ് സംസ്ഥാന വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ.
ഒരു പദാർത്ഥത്തിന്റെ താപനില എന്നത് അതിലെ തന്മാത്രകളുടെ ശരാശരി ഏത് ഊർജത്തിന്റെ അളവാണ്? ഒരു പദാർത്ഥത്തിന്റെ താപനില എന്നത് അതിലെ തന്മാത്രകളുടെ ശരാശരി ഏത് ഊർജത്തിന്റെ അളവാണ്? ആൻസർ ഓപ്ഷൻ എ, ഗതികോർജം. ഒരു പദാർത്ഥത്തിന്റെ താപനില എന്നത് അതിലെ തന്മാത്രകളുടെ ശരാശരി ഗതികോർജത്തിന്റെ അളവാണ്. ഖരപദാർത്ഥങ്ങളിലൂടെ താപം പ്രേക്ഷണം ചെയ്യപ്പെടുന്നത് ഏത് പ്രക്രിയ വഴിയാണ്? ഖരപദാർത്ഥങ്ങളിലൂടെ താപം പ്രേക്ഷണം ചെയ്യുന്നത് ഏത് പ്രക്രിയ വഴിയാണ്? ആൻസർ ഓപ്ഷൻ ബി, ചാലനം. ചാലനം വഴിയാണ് ഖരപദാർത്ഥങ്ങളിലൂടെ താപം പ്രേക്ഷണം ചെയ്യുന്നത്. ഇലക്ട്രോൺ എന്ന കണികയുടെ വൈദ്യുത ചാർജ് എന്താണ്? ഇലക്ട്രോൺ എന്ന കണികയുടെ വൈദ്യുത ചാർജ് എന്താണ്? ആൻസർ ഓപ്ഷൻ സി, നെഗറ്റീവ്. ഇലക്ട്രോൺ എന്ന കണികയുടെ വൈദ്യുത ചാർജ് നെഗറ്റീവാണ്. സ്ഥിതി വൈദ്യുത ചാർജിന്റെ സാന്നിധ്യം അറിയാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ്? സ്ഥിതി വൈദ്യുത ചാർജിന്റെ സാന്നിധ്യം അറിയാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി, ഇലക്ട്രോസ്കോപ്പ്. ഇലക്ട്രോസ്കോപ്പാണ് സ്ഥിതി വൈദ്യുത ചാർജിന്റെ സാന്നിധ്യം അറിയാൻ ഉപയോഗിക്കുന്ന ഉപകരണം. ഒരു സസ്യകലയിൽ നിന്ന് ഒരു ഇനത്തിൽപ്പെട്ട അനേകം സസ്യങ്ങളെ വികസിപ്പിച്ചെടുക്കുന്ന രീതി. ഒരു സസ്യകലയിൽ നിന്ന് ഒരു ഇനത്തിൽപ്പെട്ട അനേകം സസ്യങ്ങളെ വികസിപ്പിച്ചെടുക്കുന്ന രീതിയെ എന്ത് പറയുന്നു? ആൻസർ ഓപ്ഷൻ ഡി, ടിഷ്യൂ കൾച്ചർ. ടിഷ്യൂ കൾച്ചറാണ് ഒരു സസ്യകലയിൽ നിന്ന് ഒരു ഇനത്തിൽപ്പെട്ട അനേകം സസ്യങ്ങളെ വികസിപ്പിച്ചെടുക്കുന്ന രീതി. ലോക പൈതൃകമായി യുനെസ്കോ അംഗീകരിച്ച ആദ്യ ഭാരതീയ നൃത്തരൂപം ഏതാണ്? ലോക പൈതൃകമായി യുനെസ്കോ അംഗീകരിച്ച ആദ്യ ഭാരതീയ നൃത്തരൂപം ഏതാണ്? ആൻസർ ഓപ്ഷൻ എ, കൂടിയാട്ടം. കൂടിയാട്ടമാണ് ലോക പൈതൃകമായി യുനെസ്കോ അംഗീകരിച്ച ആദ്യ ഭാരതീയ നൃത്തരൂപം. ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് നേടിയ ആദ്യ വനിത. ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് നേടിയ ആദ്യ വനിത ആരാണ്? ആൻസർ ഓപ്ഷൻ ഡി, ദേവിക റാണി. ദേവിക റാണിയാണ് ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് നേടിയ ആദ്യ വനിത. 1969 ദേവിക റാണിക്ക് ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് ലഭിച്ചത്. 12ാം പഞ്ചവത്സര പദ്ധതിയുടെ കാലയളവ്. 12ാം പഞ്ചവത്സര പദ്ധതിയുടെ കാലയളവ് ഏതാണ്? ആൻസർ ഓപ്ഷൻ എ, 2012 മുതൽ 2017 വരെ. 2012 മുതൽ 2017 വരെയാണ് 12ാം പഞ്ചവത്സര പദ്ധതിയുടെ കാലയളവ്. ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന പർവ്വത നിര ഏതാണ്? ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന പർവ്വതനിര ഏതാണ്? ആൻസർ ഓപ്ഷൻ എ, ആരവല്ലി. ആരവല്ലിയാണ് ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന പർവ്വതനിര. ഇന്ത്യയിലെ ആദ്യത്തെ അണുവൈദ്യുതി നിലയം ഏതാണ്? ഇന്ത്യയിലെ ആദ്യത്തെ അണുവൈദ്യുതി നിലയം ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി, താരാപൂർ. താരാപൂറാണ് ഇന്ത്യയിലെ ആദ്യത്തെ അണുവൈദ്യുതി നിലയം. 1969 ഒക്ടോബർ 28 താരാപൂർ ആറ്റോമിക് പവർ സ്റ്റേഷൻ പ്രവർത്തനം ആരംഭിച്ചത്. മഹാരാഷ്ട്രയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഭാഷാടിസ്ഥാനത്തിലുള്ള സംസ്ഥാന പുനഃസംഘടനയ്ക്കായി രൂപീകരിച്ച കമ്മീഷന്റെ ചെയർമാൻ ആരായിരുന്നു? ഭാഷാടിസ്ഥാനത്തിലുള്ള സംസ്ഥാന പുനഃസംഘടനയ്ക്കായി രൂപീകരിച്ച കമ്മീഷൻ ചെയർമാൻ ആരായിരുന്നു? ആൻസർ ഓപ്ഷൻ ഡി, ജസ്റ്റിസ് ഫസൽ അലി. ജസ്റ്റിസ് ഫസൽ അലിയാണ് ഭാഷാടിസ്ഥാനത്തിലുള്ള സംസ്ഥാന പുനഃസംഘടനയ്ക്കായി രൂപീകരിച്ച കമ്മീഷന്റെ ചെയർമാൻ. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്ന വർഷം ഏതാണ്? ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്ന വർഷം ഏതാണ്? ആൻസർ ഓപ്ഷൻ സി, 1919. 1919 ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്നത്. ഗരീബി ഘടാവോ എന്ന മുദ്രാവാക്യം ഉയർത്തിയത് ഏത് പഞ്ചവത്സര പദ്ധതിയിലാണ്? ഗരീബി ഘടാവോ എന്ന മുദ്രാവാക്യം ഉയർത്തിയത് ഏത് പഞ്ചവത്സര പദ്ധതിയിലാണ്? ആൻസർ ഓപ്ഷൻ സി, 5ാം പഞ്ചവത്സര പദ്ധതി. 5ാം പഞ്ചവത്സര പദ്ധതിയിലാണ് ഗരീബി ഘടാവോ എന്ന മുദ്രാവാക്യം ഉയർത്തിയത്. ഭരണഘടനയുടെ ഏത് ഭേദഗതിയിലൂടെയാണ് മൗലിക കർത്തവ്യങ്ങൾ ഉൾപ്പെടുത്തിയത്?
ഭരണഘടനയുടെ ഏത് ഭേദഗതിയിലൂടെയാണ് മൗലിക കർത്തവ്യങ്ങൾ ഉൾപ്പെടുത്തിയത്? ആൻസർ ഓപ്ഷൻ ഡി 42ാം ഭേദഗതി. 42ാം ഭേദഗതിയിലൂടെയാണ് മൗലിക കർത്തവ്യങ്ങൾ ഉൾപ്പെടുത്തിയത്. വിവരാവകാശ നിയമം പ്രാബല്യത്തിൽ വന്നത് എന്നാണ്? വിവരാവകാശ നിയമം പ്രാബല്യത്തിൽ വന്നത് എന്നാണ്? ആൻസർ ഓപ്ഷൻ ബി 2005 ഒക്ടോബർ 12. 2005 ഒക്ടോബർ 12-നാണ് വിവരാവകാശ നിയമം പ്രാബല്യത്തിൽ വന്നത്. ഇന്ത്യയിലെ ഏക അംഗീകൃത പതാക നിർമ്മാണശാല എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഇന്ത്യയിലെ ഏക അംഗീകൃത പതാക നിർമ്മാണശാല സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ആൻസർ ഓപ്ഷൻ എ ഹൂബ്ലി. ഹൂബ്ലിയിലാണ് ഇന്ത്യയിലെ ഏക അംഗീകൃത പതാക നിർമ്മാണശാല സ്ഥിതി ചെയ്യുന്നത്. നമ്മുടെ ദേശീയ ഗീതമായ വന്ദേ മാതരത്തിൻ്റെ ഇംഗ്ലീഷ് പരിഭാഷ തയ്യാറാക്കിയത് ആരാണ്? നമ്മുടെ ദേശീയ ഗീതമായ വന്ദേ മാതരത്തിൻ്റെ ഇംഗ്ലീഷ് പരിഭാഷ തയ്യാറാക്കിയത് ആരാണ്? ആൻസർ ഓപ്ഷൻ എ അരവിന്ദ് ഘോഷ്. അരവിന്ദ് ഘോഷാണ് നമ്മുടെ ദേശീയ ഗീതമായ വന്ദേ മാതരത്തിൻ്റെ ഇംഗ്ലീഷ് പരിഭാഷ തയ്യാറാക്കിയത്. ഇന്ത്യയുടെ ദേശീയ ഗാനം ആദ്യമായി ആലപിച്ചത് ഏത് കോൺഗ്രസ് സമ്മേളനത്തിൽ വെച്ചാണ്? ഇന്ത്യയുടെ ദേശീയ ഗാനം ആദ്യമായി ആലപിച്ചത് ഏത് കോൺഗ്രസ് സമ്മേളനത്തിൽ വെച്ചാണ്? ആൻസർ ഓപ്ഷൻ സി കൊൽക്കത്ത. ഇന്ത്യയുടെ ദേശീയ ഗാനം ആദ്യമായി ആലപിച്ചത് കൊൽക്കത്ത കോൺഗ്രസ് സമ്മേളനത്തിൽ വെച്ചാണ്. 1911 ഡിസംബർ 27 നടന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ കൽക്കട്ട സമ്മേളനത്തിൽ വെച്ചാണ് ഇന്ത്യയുടെ ദേശീയ ഗീതമായ ജനഗണമന ആദ്യമായി ആലപിച്ചത്. കേരളത്തിലെ ഏറ്റവും വലിയ സ്വകാര്യ ജലവൈദ്യുത പദ്ധതി? കേരളത്തിലെ ഏറ്റവും വലിയ സ്വകാര്യ ജലവൈദ്യുത പദ്ധതി ഏതാണ്? ആൻസർ ഓപ്ഷൻ സി കൂത്തുങ്കൽ. കൂത്തുങ്കലാണ് കേരളത്തിലെ ഏറ്റവും വലിയ സ്വകാര്യ ജലവൈദ്യുത പദ്ധതി. അയ്യങ്കാളിയുടെ ജന്മസ്ഥലം ഏതാണ്? അയ്യങ്കാളിയുടെ ജന്മസ്ഥലം ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി വെങ്ങാനൂർ. തിരുവനന്തപുരം ജില്ലയിലെ വെങ്ങാനൂരാണ് അയ്യങ്കാളിയുടെ ജന്മസ്ഥലം. തൈക്കാട് അയ്യാഗുരുവിൻ്റെ പ്രശസ്തരായ 2 ശിഷ്യരിൽ ഒരാളായിരുന്നു ശ്രീനാരായണ ഗുരു. മറ്റേത് ആരായിരുന്നു? തൈക്കാട് അയ്യാഗുരുവിൻ്റെ പ്രശസ്തരായ 2 ശിഷ്യരിൽ ഒരാളായിരുന്നു ശ്രീനാരായണ ഗുരു. മറ്റേത് ആരായിരുന്നു? ആൻസർ ഓപ്ഷൻ സി ചട്ടമ്പി സ്വാമികൾ. ചട്ടമ്പി സ്വാമികളാണ് തൈക്കാട് ഗുരുവിൻ്റെ പ്രശസ്തരായ 2 ശിഷ്യരിൽ ഒരാൾ. പ്രത്യക്ഷരക്ഷ ദൈവസഭയുടെ സ്ഥാപകൻ ആരാണ്? പ്രത്യക്ഷരക്ഷ ദൈവസഭയുടെ സ്ഥാപകൻ ആരാണ്? ആൻസർ ഓപ്ഷൻ ഡി ശ്രീ കുമാര ഗുരുദേവൻ. ശ്രീ കുമാര ഗുരുദേവനാണ് പ്രത്യക്ഷരക്ഷ ദൈവസഭയുടെ സ്ഥാപകൻ. പൊയ്കയിൽ യോഹന്നാൻ എന്നും പൊയ്കയിൽ കുമാരദേവനെന്നും അല്ലെങ്കിൽ അപ്പച്ചൻ എന്നും അദ്ദേഹത്തെ അറിയപ്പെടുന്നു. എൻ്റെ ജീവിത സ്മരണകൾ ആരുടെ ആത്മകഥയാണ്? എൻ്റെ ജീവിത സ്മരണകൾ ആരുടെ ആത്മകഥയാണ്? ആൻസർ ഓപ്ഷൻ സി മന്നത്ത് പത്മനാഭൻ. മന്നത്ത് പത്മനാഭൻ്റെ ആത്മകഥയാണ് എൻ്റെ ജീവിത സ്മരണകൾ. മലയാളി മെമ്മോറിയലിന് നേതൃത്വം കൊടുത്തത് ആരാണ്? മലയാളി മെമ്മോറിയലിന് നേതൃത്വം കൊടുത്തത് ആരാണ്? ആൻസർ ഓപ്ഷൻ ഡി GP പിള്ള. GP പിള്ളയാണ് മലയാളി മെമ്മോറിയലിന് നേതൃത്വം കൊടുത്തത്.